शुक्र है रब्बे कदीर का, दामन है मेरे हाथ में पीरान पीर का। बिस्मिल्लाहिर्रहमानिर्रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन। अस्सलातु वस्सलामु अला सय्यिदिल मुरसलीन अला आलिहि त्वय्यिबीन अत्ताहिरीन अला अस्हाबिहि व अज़वाजिहि त्ताहिराति उम्महातिल मुमिनीन वल्लज़ीना इत्तबऊहुम बिइह्सानिन इला यौमिद्दीन। ആദരണീയരായ സഹോദരങ്ങളെ, ബഹുമാന മുഅ്മിനീങ്ങളെ, ഖുതുബുസ്സമാൻ ഈമാനിൻ്റെ മധുര വസന്തം, ഇതാണ് നമ്മുടെ ശീർഷകം. ഈമാൻ വിശ്വാസം, മുഅ്മിൻ വിശ്വാസമുള്ളവൻ. ഇതാണ് ഭാഷാപരമായി ആ രണ്ട് വാക്കുകളുടെയും അർത്ഥം. ഞാൻ ഇസ്ലാം മതവിശ്വാസിയാണ്, അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ മുഅ്മിനാണ്. ഇങ്ങനെയാണ് മൊത്തത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. ഭാഷാപരമായി അത് ശരിയാണ്. എന്നാൽ മുഅ്മിൻ എന്ന പ്രയോഗം അല്ലാഹുവും ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കേവലം വിശ്വാസമുള്ളവർക്ക് മാത്രമല്ല നടത്തിയിരിക്കുന്നത്. മറ്റ് ചില യോഗ്യതകൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ മുഅ്മിൻ എന്ന് പ്രയോഗിക്കാൻ തയ്യാറായിരിക്കുന്നത്. ഖാലത്തിൽ അഅറാബു ആമന്നാ ഖുൽ ലം തുഅ്മിനൂ വലാകിൻ ഖൂലൂ അസ്ലംനാ വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. ആ അഅറാബികൾ പറഞ്ഞു, ഞങ്ങൾ മുഅ്മിനീങ്ങളായിരിക്കുന്നു. ഖുൽ ലം തുഅ്മിനൂ, നബിയെ അങ്ങ് പറയണം, നിങ്ങൾ മുഅ്മിനീങ്ങളായിട്ടില്ല. വലാകിൻ ഖൂലൂ അസ്ലംനാ, ഞങ്ങൾ മുസ്ലിങ്ങളായി എന്ന് നിങ്ങൾ പറയൂ. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, ഈമാൻ നിങ്ങളുടെ ഖൽബുകളിൽ ഇതുവരെ കയറിയിട്ടില്ല. ഈമാൻ മനസ്സിൽ ഒളിഞ്ഞ രഹസ്യമാണ്. അതിൻ്റെ അടയാളങ്ങളാണ് ഇസ്ലാമായി അവയവങ്ങളിലൂടെ പ്രത്യക്ഷപ്പെടുന്നത്. ഇവിടെയാണ് ഈമാനിൻ്റെ മാധുര്യം നമുക്ക് ചർച്ച ചെയ്യേണ്ടതായി വരുന്നത്. എന്താണ് ഈമാനിൻ്റെ മാധുര്യം? ഈമാൻ കേവല വിശ്വാസമല്ല, ചില നിയമ വ്യവസ്ഥകൾ അംഗീകരിക്കൽ മാത്രമല്ല. നിശ്ചയിക്കപ്പെട്ട
നിർദ്ദേശിക്കപ്പെട്ട നിയമങ്ങളനുസരിച്ച് ജീവിക്കൽ മാത്രമല്ല, അതിനൊക്കെ അപ്പുറം അതൊരു മധുരതരമായ അനുഭൂതിയാണ്. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാൾക്കുണ്ടായാൽ അത് കാരണം അയാൾക്ക് ഈമാനിൻ്റെ മാധുര്യം ലഭിക്കുക തന്നെ ചെയ്യും. അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹുവും അവൻ്റെ ദൂതരും അല്ലാത്ത സർവ വസ്തുക്കളെക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവരായി മാറുക. ഒന്നതാണ്. അൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അവനൊരാളെ സ്നേഹിക്കുക, ആ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. അവനിൽ നിന്ന് എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിച്ചത് കാരണമല്ല അവനെ സ്നേഹിക്കുന്നത്, അള്ളാഹുവിന് വേണ്ടി മാത്രം. അൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി ബഅദ അൻ അൻഖദഹു അല്ലാഹു മിൻഹു കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. കുഫറിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തിയതിന് ശേഷം കുഫറിലേക്ക് മടങ്ങിപ്പോകുന്നത്, തീയിലെറിയപ്പെടുന്നത് ഏത് രീതിയിൽ അവൻ വെറുക്കുമോ ആ രീതിയിൽ വെറുക്കുക. ഈ 3 കാര്യങ്ങൾ ഒരാൾക്കുണ്ടായാൽ അയാൾക്ക് ഈമാനിൻ്റെ മാധുര്യം ലഭിക്കുക തന്നെ ചെയ്യും. ഈമാനിൻ്റെ മാധുര്യമാണ് സഹോദരങ്ങളെ ലഭിക്കേണ്ടത്. അതൊരു മധുരതരമായ അനുഭൂതിയാണ്. സ്നേഹമാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടന. ഈ 3 കാര്യങ്ങളിൽ ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും സ്നേഹമാണ്. ആദ്യം പറഞ്ഞത് അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹു. അള്ളാഹുവും അവൻ്റെ ദൂതരും മറ്റുള്ള വസ്തുക്കളെക്കാൾ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കും, അവന് ഏറ്റവും സ്നേഹമുള്ളതായിരിക്കും. അവൻ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവർ അള്ളാഹുവും അവൻ്റെ ദൂതരുമായിരിക്കും. രണ്ടാമത് പറഞ്ഞത് അൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അവൻ ഒരാളെ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അവനെ സ്നേഹിക്കുന്നത് മൂലം എനിക്ക് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയും, എനിക്ക് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയും, എനിക്ക് അള്ളാഹുവിൻ്റെ ദൂതരെ സന്തോഷിപ്പിക്കാൻ കഴിയും. അതിനു വേണ്ടിയാണ് ഞാൻ അവനെ സ്നേഹിക്കുന്നത്. മറ്റൊരു ലക്ഷ്യവും ഒരാളെ സ്നേഹിക്കുന്നതിനില്ല. ആ രീതിയിലുള്ള സ്നേഹം ഒരാളോടുണ്ടാവുക. 2 കാര്യവും സ്നേഹവുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തത് എന്താണ്? കുഫറിലേക്ക് തിരിച്ചു പോകുന്നത്. കുഫറിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയതിന് ശേഷം കുഫറിലേക്ക് തിരിച്ചു പോകുന്നതിന് തീയിലെറിയപ്പെടുന്നത് ഏത് രീതിയിൽ വെറുക്കുന്നോ ആ രീതിയിൽ വെറുക്കുക. ഇത് 3 ഒരാൾക്കുണ്ടായാൽ അയാൾക്ക് ഈമാനിൻ്റെ മാധുര്യം ലഭ്യമായി. ഇത് 3 മാനസികാവസ്ഥകളാണ് സഹോദരങ്ങൾ, മനസ്സിലുണ്ടാകേണ്ട മാറ്റങ്ങളാണ്. കേവലം നാം ചില വ്യവസ്ഥകൾ എഴുതി വെച്ചു, ആ വ്യവസ്ഥകളനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തിയത് കൊണ്ട് മാത്രം ഈ മാനസികാവസ്ഥ ലഭിക്കുകയില്ല. ഈ 3 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈമാനിൻ്റെ മാധുര്യം ഉണ്ടാകുന്നത്.
ഈ മൂന്ന് കാര്യം മഹാന്മാരായ സ്വഹാബാക്കളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയത് എങ്ങനെ? അത് മാത്രമാണ് നമുക്കും ആ മൂന്ന് അവസ്ഥകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ ആ മാർഗം സ്വീകരിക്കുകയല്ലാതെ വഴിയില്ല. എങ്ങനെയാണ് ഈ മൂന്ന് കാര്യങ്ങൾ മഹാന്മാരായ സഹാബാക്കളുടെ മനസ്സുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഊട്ടിയുറപ്പിച്ചു കൊടുത്തത്? ആദ്യമായി എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധ ദീൻ സ്വീകരിക്കാൻ വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുമായി പ്രതിജ്ഞ ചെയ്യുന്നു, അവരുമായി ബൈഅത്ത് ചെയ്യുന്നു, അവരുമായി കരാർ ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിച്ച്, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിക്കുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർ വാക്ക് കൊടുക്കുന്നു, തങ്ങളുമായി അവർ പ്രതിജ്ഞ ചെയ്യുന്നു. അതാണ് തുടക്കം, അതാണ് അടിത്തറ. പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവുമായി അത്രയേറെ ബന്ധമുള്ള, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അവർ പ്രതിജ്ഞ ചെയ്യുമ്പോൾ, തങ്ങൾക്ക് വാക്ക് കൊടുത്താൽ അതിൽ നിന്നൊരിക്കലും വ്യതിചലിക്കരുത് എന്നൊരു മനസ്സ് അവർക്കുണ്ടാവും. എന്ത് സംഭവിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൈയൊഴിയരുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെറുപ്പിക്കരുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളുടെ മനസ്സിൽ തന്നെക്കുറിച്ച് അനിഷ്ടകരമായ ഒരു ചിന്ത പോലും ഉണ്ടാകരുത്. ഈ ഒരു ആലോചനയായി ഈ രീതിയിൽ അവർ തങ്ങളുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നു. അതിനെല്ലാം ഹേതുകമായത്, അതിനെല്ലാം അടിത്തറയായത് ഈ പ്രതിജ്ഞയായി, ഈ വാക്ക് കൊടുക്കലായി. അതാണ് തുടക്കം. അങ്ങനെയൊരു വാക്ക് കൊടുക്കലും മുമ്പിലിരുന്ന് അവിടുന്ന് നിർദ്ദേശിക്കുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ കലിമത്തു തൗഹീദ് ചൊല്ലിക്കൊടുക്കുമ്പോൾ അവർ അത് ഏറ്റുചൊല്ലുന്നു. അങ്ങനെ ഒരു ഗംഭീരമായ, ഒരു സംഭവബഹുലമായ ഒരു പ്രതിജ്ഞ തൻ്റെ ജീവനും സ്വത്തും എല്ലാം അല്ലാഹുവേ, നിൻ്റെ ഹബീബായ ഈ തിരുദൂതർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കാൻ തയ്യാറാവുന്നു. അങ്ങനെ ഒരു മനസ്സ് ആ ഒരു പ്രതിജ്ഞയിലൂടെ അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നു. അത് തന്നെയാണ് അടിസ്ഥാന ഘടകം. അതാണ് അടിസ്ഥാന ഘടകം. തുടർന്നാണ് അവരുടെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം മറ്റുള്ള സർവ്വ സ്നേഹങ്ങളെക്കാളും അതിജയിച്ചതായി മാറുന്നത്. അപ്പോഴാണ് അവർക്ക് ഒരാളെ അള്ളാഹുവിന് വേണ്ടി മാത്രം സ്നേഹിക്കാൻ അവസരമൊരുങ്ങുന്നത്. യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അപ്പോഴാണ് അവർക്ക് കുഫറിലേക്ക് തിരിച്ചു പോകുന്നത്, തീയിലേക്കെറിയപ്പെടുന്നത് പോലെ വെറുക്കാൻ അവർക്ക് കഴിയുന്നത്. ആ ഒരു വെറുപ്പുളവാകുന്നത് അപ്പോഴാണ്. ഇങ്ങനെയൊരു മാധുര്യം ഒരാളെ മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈമാനിൻ്റെ മാധുര്യം എന്നാണ് അതിൻ്റെ പേർ. ഒന്നും പ്രയാസകരമായി തോന്നുകയില്ല. മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്.
ദീനിൽ നിങ്ങൾക്ക് അള്ളാഹു ഒരു പ്രയാസവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയാണ്. ദീനിൽ ഒരു പ്രയാസമില്ല. എങ്ങനെ പ്രയാസം ഉണ്ടാകുക? അള്ളാഹുവിനെയും തിരുദൂതരെയും അവൻ ഈ രീതിയിൽ സ്നേഹിച്ചു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ച് വാക്ക് കൊടുത്തതോടെ, തങ്ങളുമായി പ്രതിജ്ഞ ചെയ്തതോടെ, ഇങ്ങനെ ഒരു മനസ്സുണ്ടായിക്കഴിഞ്ഞു. ആ മനസ്സുണ്ടായിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി, തങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്ത് നഷ്ടം സഹിക്കുന്നതും എന്ത് വേദന സഹിക്കുന്നതും അത് രസകരമായി മാറുന്നതായ ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കഠിനവും കഠോരവുമായി ഉമയ്യത്ത് ശിക്ഷിച്ചപ്പോൾ, ഖുറൈശികൾ ശിക്ഷിച്ചപ്പോൾ, ചുട്ടുപഴുത്ത മണലിലൂടെ അവരെ വലിച്ചിഴച്ചപ്പോൾ, ശക്തമായ ഭാരമേറിയ കരിങ്കല്ല് കൊണ്ടുവന്ന് മഹാനവകളുടെ നെഞ്ചത്ത് വെച്ചപ്പോൾ, മാംസം കരിഞ്ഞ വാസന അനുഭവപ്പെട്ടപ്പോൾ മഹാനവകൾ അഹദ് 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 എന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമം ഉച്ചരിച്ച് ആ വേദന ആ പരിശുദ്ധ നാമത്തിലൂടെ മധുരതരമാക്കി മാറ്റുകയായിരുന്നു. അതൊരു മധുരതരമായ അനുഭൂതിയായി മഹാനവകൾക്ക് മാറി. കാരണം എന്തായിരുന്നു? ഈ ബൈഅത്ത്, ഈ പ്രതിജ്ഞ, ഈ വാക്ക് കൊടുക്കൽ, അതുമൂലമുണ്ടായി തീർന്ന അള്ളാഹുവിനോടും അവൻ്റെ തിരുദൂതരോടുമുള്ള അദമ്യമായ സ്നേഹം, അതുമൂലമുണ്ടായിത്തീർന്ന കുഫറിലേക്ക് തിരിച്ചു പോകുന്നത് തീരെറിയപ്പെടുന്നതിനേക്കാൾ ശക്തമായ വെറുപ്പായി മാറിയ അനുഭവം ഈ ബൈഅത്തിനെ തുടർന്നുണ്ടായ ആ മാനസികാവസ്ഥയായിരുന്നു മഹാനവറുകൾക്ക്. അങ്ങനെയൊക്കെ ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് പീഡനങ്ങൾ ഏറ്റപ്പോഴും അതിനെ മധുരതരമായി അവർ സ്വീകരിക്കാൻ കാരണം ഈമാനിൻ്റെ മാധുര്യം മനസ്സിൽ കയറിയതായിരുന്നു. ഈ മാധുര്യത്തെക്കുറിച്ചാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ഹലാവത്തൽ ഈമാനി ഇദാ ദഖലത് ഖൽബൻ ലാ തഖ്റുജു മിൻഹു അബദാ. ഈമാനിൻ്റെ മാധുര്യം ഒരു മനസ്സിൽ പ്രവേശിച്ചാൽ ഒരിക്കലും അത് പുറത്തു പോവുകയില്ല. ഈമാനിൻ്റെ മാധുര്യം മനസ്സിൽ പ്രവേശിച്ചാൽ, ഏതെങ്കിലും ഒരു മനസ്സിൽ അത് പ്രവേശിച്ചാൽ, ഏതെങ്കിലും ഒരു മനസ്സിൽ ഈ മാധുര്യം കയറിക്കൂടിയാൽ ഒരിക്കലും അത് ആ മനസ്സിൽ നിന്ന് പുറത്തു പോവുകയില്ല. അഥവാ അയാൾ മഹാഭാഗ്യവാനാണ്. ഒരു കാരണവശാലും അയാൾക്ക് ദുർമരണം സംഭവിക്കുകയില്ല, സൂഉൽ ഖാത്തിമത്തുണ്ടാവുകയില്ല. പരിശുദ്ധമായ തൗഹീദിൻ്റെ ആ മധുരം, ആ മധു നുകർന്നുകൊണ്ട് ആ മധുരതരമായ അനുഭവത്തോടെ അയാൾക്ക് ഇവിടെ നിന്ന് അന്ത്യശ്വാസം വലിക്കാൻ കഴിയും എന്നാണ് അതിനർത്ഥമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊരു ഈമാൻ ഒരാളുടെ കൽബിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സഹോദരങ്ങൾ, ഈ ഈമാനിൻ്റെ മാധുര്യം ഒരാൾക്കുണ്ടായിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും അയാൾക്ക് മുഅ്മിനായി ജീവിക്കാൻ, പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നടപടിക്രമങ്ങൾ അള്ളാഹു നിർദ്ദേശിച്ച രീതിയിൽ ജീവിക്കാൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന രീതിയിൽ ജീവിക്കാൻ ഒട്ടും പ്രയാസമുണ്ടാവുകയില്ല. അതിനുവേണ്ടി പ്രയാസങ്ങൾ സഹിക്കുന്നത് അയാൾക്ക് കൂടുതൽ മധുരതരമായിട്ട് അനുഭവപ്പെടും. അതാണ് ഈമാനിൻ്റെ മാധുര്യം. ഇത്
പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇതാണ് മഹാന്മാരായ ഔലിയാക്കൾ റസൂലുള്ളാഹിയും ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരെ പോലത്തെ മഹാരഥന്മാരായിട്ടുള്ള ഔലിയാക്കൾ നിശ്ചയിച്ചുറപ്പിച്ച് തീർത്ത് പറഞ്ഞത് പരിശുദ്ധമായ കലിമത്ത് തൗഹീദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ശൃംഖലയെത്തുന്ന ഒരു ഷെയ്ഖുമായി ബൈഅത്ത് ചെയ്യണം, പ്രതിജ്ഞ ചെയ്യണം, വാക്ക് കൊടുക്കണം. അത് നിർബന്ധമാണ്. അതല്ലെങ്കിൽ മരണസമയത്ത് ആ കലിമത്ത് തൗഹീദ് മനസ്സിൽ ഓർമ്മ വരൽ വളരെ വിദൂര സാധ്യതയാണ് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറയാൻ കാരണം അതാണ് സഹോദരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബൈഅത്ത് ചെയ്യാൻ നമുക്ക് അവസരം കിട്ടിയില്ല. സഹാബാക്കൾക്കത് കിട്ടി. ഇനി നമ്മെപ്പോലെയുള്ളവർക്ക് അതിനുള്ള പരിഹാരം എന്ത്? അത് പറയേണ്ടത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പോലത്തവരാണ്. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തവരാണ്. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനെ പോലത്തവരാണ്. അവരൊക്കെ പരിശുദ്ധമായ ദീനിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടവരാണ്. പരിശുദ്ധമായ ശരീഅത്തിൻ്റെ ഉള്ളുകള്ളികൾ മനസ്സിലാക്കിയവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും സഹാബാക്കൾ തങ്ങൾ അനുവർത്തിച്ചതും എല്ലാം വിശദമായി പഠിച്ച് അതിൽ അവഗാഹം നേടി ആഴങ്ങളിലേക്ക് ഇറങ്ങി ഗ്രഹിച്ചവരാണവർ. അവരാണ് അതിനുള്ള പരിഹാരം പറഞ്ഞു തരേണ്ടത്. നമുക്കെന്താണ് അതിനുള്ള മാർഗം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം കൊടുത്തവർ ഇതുപോലെ ബൈഅത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് മഹാനായ റസൂലുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ശൃംഖല ചെന്നെത്തുന്നൊരു ഷെയ്ഖിൽ നിന്ന് കലിമത്തു തൗഹീദ് അവർ ചൊല്ലിത്തരുമ്പോൾ ഏറ്റുചൊല്ലി സ്വീകരിക്കാതിരുന്നാൽ മരണസമയത്ത് അത് ഓർമ്മ വരൽ പ്രയാസമായിരിക്കും. അഥവാ ഈമാനിൻ്റെ മാധുര്യം ഉണ്ടാകാതിരുന്നാൽ, ഈമാനിൻ്റെ മാധുര്യം ലഭിക്കാതെ പോകും. ഈമാനിൻ്റെ മാധുര്യം ലഭിക്കാതെ പോയാൽ പിശാച്ച് ആ ഈമാൻ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും, നശിപ്പിക്കാൻ ശ്രമിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പാഠമാണ് ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിസ്തി അല്ലാഹുമ്മ റഫഅ ദറജതഹു അല്ലാഹുമ്മ അഅലി മഖാമഹു അല്ലാഹുമ്മ ശഫ്ഇഹു ഫീനാ ഫിദ്ദുനിയ വൽ ആഖിറ മഹാനവർകൾ നമ്മെ പഠിപ്പിച്ചത്. മഹാനവർകൾ ആ വസ്തുതയാണ് നമ്മെ പഠിപ്പിച്ചത്. ദശാബ്ദങ്ങളായി സംഘടനകളുടെ ആധിപത്യം കാരണം ഈ വസ്തുത മുസ്ലിമീങ്ങളിൽ നിന്ന് മറക്കപ്പെട്ടിരുന്നു. ഈ വസ്തുത എവിടെയോ മറഞ്ഞു കിടക്കുകയായിരുന്നു. ഈ വസ്തുത കിതാബുകളിലുണ്ടായിരുന്നു. പക്ഷേ അവഗണനയുടെ മൂലയിൽ അവ ഒളിപ്പിച്ചു വെക്കപ്പെടുകയായി. ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകളാണ് ആ വസ്തുത ജനങ്ങളെ രണ്ടാമത് ഓർമ്മിപ്പിക്കുകയും വിശദമായി അതിൻ്റെ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പരിശുദ്ധമായ കലിമയിൽ ബൈഅത്ത് ചെയ്യണമെന്ന് കലിമത്തു തൗഹീദിൽ ബൈഅത്ത് ചെയ്തതിന് ശേഷം ആ കലിമത്തു തൗഹീദ് നിലനിർത്താനുള്ള വ്യവസ്ഥാപിതമായ ശാസ്ത്രീയമായ പ്രായോഗികമായ മാർഗം എന്താണെന്നും എല്ലാം മഹാനവറുകൾ ജനങ്ങളെ പഠിപ്പിച്ചു. ഒരുപാട് ആളുകൾ മഹാനവറുകൾ മുഖേന പരിശുദ്ധമായ കലിമത്തു തൗഹീദിൽ ബൈഅത്ത് ചെയ്തു. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പോലെ ഇന്ന ഹലാവത്തൽ ഈമാനി ഇദാ ദഖലത്
ഖൽബൻ ലാ തഖ്റുജു മിൻഹു അബദ. ഒരു മനസ്സിൽ ഈമാനിൻ്റെ മാധുര്യം കയറിക്കൂടിയാൽ അതൊരിക്കലും ആ മനസ്സിൽ നിന്ന് പുറത്തു പോവുകയില്ല. ഈമാനോടെ അയാൾക്ക് മരണം വരിക്കാം. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് റസൂലുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞു, എൻ്റെ മുരീദുകൾ ഏതും പേടിക്കണ്ട, എന്നെ പേടിച്ചവർക്ക് ഞാൻ കാവലെന്നോർ. എൻ്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോർ. റസൂലുള്ളാഹി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ പ്രഖ്യാപനം അതുപോലെ തന്നെ നടത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രഖ്യാപനം ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ ഷെയ്ഖുന ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി അല്ലാഹുമ്മ റഫഅ ദറജതഹു വഅലി മഖാമഹു വഅഫിദ് അലൈനാ മിൻ ഫുയൂലാത്തിഹി വഅംദാദിഹി വഉലൂമിഹി യാ അർഹമർ റഹീമീൻ. മഹാനവറുകൾ ആ പ്രഖ്യാപനം തന്നെ നടത്തി. എന്നെ ബൈഅത്ത് ചെയ്തവർ, ആ ബൈഅത്ത് ചെയ്ത അതുപോലെ എന്നെ പിന്തുടരുന്നവർ ചിരിച്ചു മരിക്കും. ചിരിച്ചു മരിക്കുക എന്നത് ഈമാനോടെ മരിക്കുന്നതിൻ്റെ അടയാളമാണ്. ബഹുമാനപ്പെട്ട ഇമാം അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പാടിയ ആ 2 വരി വളരെ പ്രസിദ്ധമാണ്. വലദത്ക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ച സമയത്ത് നീ കരയുകയായിരുന്നു, നിന്റെ ചുറ്റുപാടുമുള്ളവർ ചിരിക്കുകയായിരുന്നു, സന്തോഷിക്കുകയായിരുന്നു, നിന്റെ രൂപവും ഭാവവും എല്ലാം കണ്ടാസ്വദിക്കുകയായിരുന്നു. എന്നാൽ ജനിക്കുന്ന സമയത്ത് ഇതായിരുന്നു അവസ്ഥയെങ്കിൽ മരണസമയത്ത് ഇതിൻ്റെ നേരെ വിപരീതമായിരിക്കാൻ നീ ശ്രമിക്കണം. നിന്റെ മാതാപിതാക്കളും നിന്റെ കൂട്ടുകുടുംബങ്ങളും നിന്റെ ഭാര്യ മക്കളുമെല്ലാം നിന്റെ പരിസരത്തിരുന്ന് വാവിട്ട് കരയുമ്പോൾ നീ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടായിരിക്കണം ഇവിടെ നിന്ന് യാത്രയാകേണ്ടത്. ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികൻ മസ്റൂറ. സന്തോഷിച്ച് ചിരിച്ചവനായിട്ടായിരിക്കണം നീ മരിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ആ അവസ്ഥയാണ് ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ വാഗ്ദാനം ചെയ്യുന്നത്. അത് വാഗ്ദാനം ചെയ്യുക മാത്രമല്ല, അത് അപ്പടി മഹാനവറുകൾ പാലിക്കുകയും ചെയ്തു. ആ വാക്ക് മഹാനവറുകൾ പാലിക്കുകയും ചെയ്തു. അവിടുത്തെ ധാരാളം മുരീദുമാർ മഹാനവറുകളെ അംഗീകരിച്ച് മഹാനവറുകളുടെ ഇഷ്ടത്തിനൊത്ത് ജീവിച്ച് മഹാനവറുകളെ സന്തോഷത്തോടെ ഇവിടെ നിന്ന് യാത്രയായ മുരീദുമാർ ഒരുപാട് പേരുണ്ട്. വളരെ സന്തോഷത്തോടെ കലിമത്ത് തൗഹീദ് പൂർണ്ണമായും ഉച്ചരിച്ച് ചിരിച്ചാണ് അവരൊക്കെ യാത്രയായത്. ഒരുപാട് പേരുകളുണ്ട്, പേര് പറഞ്ഞാൽ സമയം അതിക്രമിക്കുമെന്നതിനാൽ ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെയൊരു വഅദ്, ഒരു അഹദ്, ഒരു കരാറ്, അത് സംഘടനകളുടെ ആധിപത്യം കാരണം മറക്കപ്പെട്ടത്, എവിടെയോ ഒളിച്ചു പാർപ്പിക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ റളിയല്ലാഹു അൻഹു ആണ്. രണ്ടാമത് അതിനൊരു നവോത്ഥാനം നൽകി പുറത്തു കൊണ്ടുവന്നത്. നമ്മൾ ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇസ്തിഗ്ഫാറുണ്ട്. അതെന്നും ചൊല്ലിയാൽ, കാലത്ത് ചൊല്ലിയാൽ അതുവരെയുള്ള ദോഷങ്ങൾ പൊറുക്കും, വൈകുന്നേരം ചൊല്ലിയാൽ അതുവരെയുള്ള ദോഷങ്ങൾ പൊറുക്കും എന്നൊക്കെ മഹത്വം പറഞ്ഞ ഒരു നീണ്ട ഇസ്തിഗ്ഫാറുണ്ട്. ആ ഇസ്തിഗ്ഫാറിലുണ്ട് അന അബ്ദുക അന അലാ അഹദിക വ വഅദിക മസ്തതഅതു അന അലാ അഹദിക. പഠിച്ചവനെ, ഞാൻ നിന്നോട് ചെയ്ത കരാറിന്മേലാണ്. വഅദിക, ഞാൻ നിനക്ക് തന്ന വാക്കനുസരിച്ചാണ് ജീവിക്കുന്നത്. ഞാൻ നിന്നോട് ചെയ്ത കരാറനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. മസ്തതഅതു, എൻ്റെ കഴിവിൻ്റെ പരമാവധി.
ഇത് നിത്യേന ചൊല്ലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. എവിടെയാണ് കരാർ? അള്ളാഹുവിനോട് എപ്പോൾ വാക്ക് കൊടുത്തു? അള്ളാഹുവിനോട് എപ്പോൾ കരാർ ചെയ്തു? ആ മുസ്ലിമായ മാതാപിതാക്കൾക്ക് ജനിച്ചു. അതുകൊണ്ട് നമ്മെ മുസ്ലിമായി പരിഗണിക്കപ്പെടുന്നു. മുസ്ലിം പള്ളികളിൽ നാം കയറിയാൽ ആരും നമ്മെ ആട്ടി ഓടിക്കുകയില്ല. മുസ്ലിമീങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ നമുക്കുണ്ട്. മരിച്ചാൽ മുസ്ലിമീങ്ങളെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് നാം മറവ് ചെയ്യപ്പെടും. ഇങ്ങനെയൊരു മാതാപിതാക്കൾക്ക് ജനിച്ചു എന്നതുകൊണ്ട് നാം അള്ളാഹുവിനോട് കരാറ് ചെയ്തവരായോ? അനാല അഹദിക്ക വഅദിക്, പടച്ചവനെ ഞാൻ നിന്നോട് ചെയ്ത കരാറ് അനുസരിച്ചാണ് ജീവിക്കുന്നത്, നിനക്ക് തന്ന വാക്കനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. നാം വാക്ക് കൊടുത്തത് എപ്പോൾ? നാം കരാറ് ചെയ്തത് എപ്പോൾ? അത് ഇങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ പോലെ, ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ പറഞ്ഞ പോലെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് നൽകിയതുപോലെ ഒരു വാക്ക് കൊടുക്കൽ, ഒരു പ്രതിജ്ഞ, ഒരു കരാർ നാമൊക്കെ ചെയ്യണം. അപ്പോഴാണ് ഞാൻ പടച്ചവനെ ഞാൻ നിനക്ക് തന്ന വാക്കനുസരിച്ചാണ് ജീവിക്കുന്നത്, ഞാൻ നിന്നോട് ചെയ്ത കരാറനുസരിച്ചാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടാവും. മരണപ്പെട്ട് കഴിഞ്ഞാൽ കബറടക്കി തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുമ്പോൾ കബറടക്കപ്പെട്ടവനോട് പറയുന്നതും അതുതന്നെയാണ്. ഉദ്കുരിൽ അഹദല്ലദീ ഖറജ്ത അലൈഹി മിൻ ദാരി ദുനിയാ ഇലാ ദാരില്ലാഹ്, ദുനിയാവിൽ നിന്ന് പരലോകത്തേക്ക് വന്നപ്പോൾ നീ ഏതൊരു കരാറിലായിരുന്നോ ആ കരാർ ഓർക്കുക എന്നാണ് പരിശുദ്ധമായ കലിമത്തു തൗഹീദ്. അത് ഒരു കരാറായി അള്ളാഹുവുമായി, അള്ളാഹുവിൻ്റെ സ്വന്തക്കാരനായ ഒരാളോട് കരാറ് ചെയ്ത് കരാറിലേർപ്പെട്ടവനായെങ്കിൽ മാത്രമേ ആ കരാറിലായി ഞാൻ ജീവിച്ചു, ആ കരാറനുസരിച്ച് ഞാൻ ഇതാ ദുനിയാവിൽ നിന്ന് ആഖിറത്തിലേക്ക് നീ പുറപ്പെട്ടിരിക്കുന്നു എന്ന് തെൽക്കീൻ ചൊല്ലിത്തരുമ്പോൾ ആ മരണപ്പെട്ടവനോട് ചൊല്ലിക്കൊടുക്കുന്ന തെൽക്കീൻ അത് സാർത്ഥകമാവുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, എങ്ങനെ നോക്കിയാലും ഈ ബൈഅത്തൊരു നിർബന്ധമാണ്. അപ്പോഴാണ് ഈമാനിൻ്റെ മാധുര്യം ലഭ്യമാകുന്നത്. ആ മാധുര്യം ലഭിക്കുമ്പോഴാണ് ഇൻഷാ അല്ലാഹ് ഉറച്ച ഈമാനോടെ, ഇളകാത്ത ഈമാനോടെ, സന്തോഷത്തോടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് പരിശുദ്ധമായ കലിമത്തു തൗഹീദ് ചൊല്ലി റാഹത്തായി യാത്രയാകാനാകുന്നത്. അതാണ് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ ജനങ്ങളെ പഠിപ്പിച്ചത്. അതിലേക്കാണ് മഹാനവർകൾ ക്ഷണിച്ചത്. അങ്ങനെ ഒരു കലിമത്തു തൗഹീദിൽ ബൈഅത്ത് ചെയ്യണമെന്നാണ് മഹാനവർകൾ ആജ്ഞാപിച്ചത്. അതിനു വേണ്ടിയുള്ള പ്രമാണനിബദ്ധമായി ആ കാര്യം തെളിയിക്കുകയും അത് പ്രായോഗികമായി ഒരുപാട് ആളുകളിൽ അത് അനുഭവവേദ്യമാക്കുകയും ഒക്കെ ചെയ്താണ് മഹാനവർകൾ യാത്രയായത്. മഹാനവർകൾ യാത്രയായതിനു ശേഷം ആ പരിശുദ്ധമായ പ്രസ്ഥാനത്തിൻ്റെ ആ ദൗത്യത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് ബഹുമാനപ്പെട്ട മഹാനവർകളുടെ ആ മൂത്തപുത്രൻ ബഹുമാനപ്പെട്ട ഹാജി ഷെയ്ഖ് നിസാമുദ്ദീൻ ഷാ ഖാദിരി ചിസ്തി ഈ പരിശുദ്ധമായ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പരിശുദ്ധമായ പ്രസ്ഥാനത്തിലേക്ക്, ഈ പരിശുദ്ധമായ തൗഹീദിൽ ബൈഅത്ത് ചെയ്യുക എന്ന ഈ പവിത്രമായ പ്രക്രിയയിലേക്ക് ആരൊക്കെ കടന്നു വരാൻ ഉദ്ദേശിക്കുന്നു അവർക്കൊക്കെ വേണ്ട എല്ലാ സൗകര്യങ്ങളും, അതിനുള്ള നേതൃപരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ബഹുമാനപ്പെട്ട നായിബ് അവറുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധരായ ഖുതുബുസ്സമാൻ മഹാനവറുകളെ ഒന്ന് സിയാറത്ത് ചെയ്യാൻ, ബഹുമാനപ്പെട്ട നായിബ് അവറുകളുമായി സംസാരിക്കാനും മഹാനവറുകളുമായി ബന്ധപ്പെടാനും ഈ പരിശുദ്ധമായ കലിമത്തു തൗഹീദിൽ ബൈഅത്ത് ചെയ്യാനുള്ള എല്ലാ വഴികളും അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഈ പരിശുദ്ധമായ മാസത്തിൽ എല്ലാവരും തയ്യാറാകണം. ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ ഈമാനിൻ്റെ മധുര വസന്തം എന്ന പ്രമേയം, ആ പ്രമേയത്തിൽ ഇൻഷാ അല്ലാഹ്
ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. മഹാനവറുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ ക്യാമ്പയിനിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ആയി ബന്ധപ്പെട്ട പല പരിപാടികളും ഓൺലൈനായും അല്ലാതെയും ഒക്കെ സംഘടിപ്പിക്കപ്പെടും. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിൽ പങ്കെടുക്കുക. ഈ പരിശുദ്ധമായ ദഅവത്ത്, ഈ പരിശുദ്ധമായ തൗഹീദിൽ ബൈഅത്ത് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം ശരിക്കുൾക്കൊള്ളുക. എന്തെങ്കിലും അതിൽ സംശയം, എന്തെങ്കിലും മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം പൂർണ്ണ നിവാരണം കാണാൻ അതൊക്കെ ബഹുമാനപ്പെട്ട ഹാജി ശൈഖ് നിസാമുദ്ദീൻ ഷാ ഖാദിരി ചിശ്തി മഹാനവറുകളെ നേതൃത്വം നൽകുന്ന ജീലാനി ശരീഫുമായി ബന്ധപ്പെട്ടാൽ എല്ലാവിധ സംശയ നിവാരണങ്ങളും നടക്കും. ബഹുമാനപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ഈ പരിശുദ്ധമായ കലിമത്ത് തൗഹീദിൽ ബൈഅത്ത് ചെയ്യാനുള്ള അവസരം എളുപ്പമാകും. അള്ളാഹു എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഹബീബായ ഖുതുബുസ്സമാൻ ശൈഖുന മഹാനവറുകളുടെ ദർജകൾ അള്ളാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഉയർന്ന സ്ഥാനം ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. ഓസുല്ലാഹും ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകളുടെ യഥാർത്ഥ മുരീദുമായിരുന്ന സാധുക്കളായ നമുക്ക് അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞവരെന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നായിബ് അവറുകൾക്ക് ഈ പരിശുദ്ധമായ പ്രസ്ഥാനത്തെ നയിക്കാനുള്ള എല്ലാ തൗഫീഖും കഴിവും ഹിമ്മത്തും എല്ലാം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അള്ളാഹു സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ അലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.